ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. CSK ശരിയാണ്, ഇത്തവണ IPL അത്ര മികച്ച കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നുമല്ല നടത്തുന്നത്. പക്ഷേ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങൾക്കൊരു എതിരാളികളെ അല്ലെന്ന് വീണ്ടും തെളിയിക്കുന്ന ഗംഭീര പ്രകടനമാണ് CSK ഈ ഒരു കളിയിൽ പുറത്തെടുത്തിരിക്കുന്നത്. ചെപ്പോക്കിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ 8 വിക്കറ്റിന്റെ ഗംഭീര വിജയമാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ CSK സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടെ CSKക്ക് തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഒരല്പമെങ്കിലും ജ്വലിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ ഒരു സീസണിൽ പ്ലേ ഓഫിൽ കടക്കാതെ പുറത്തു പോകുന്ന ആദ്യ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. മാത്തമാറ്റിക്കലി ഇനിയും സാധ്യതകളുണ്ട്. പക്ഷേ റിയലിസ്റ്റിക്കലി ചിന്തിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ഓൾറെഡി പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ എല്ലാ കളികളും വിജയിച്ചാൽ പോലും 14 പോയിന്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും 14 പോയിന്റുകൾ മാത്രം ലഭിച്ചിട്ട് ചില സീസണുകളിൽ ചില ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ശരിയാണ്. 2024 പ്രത്യേകിച്ചും IPL RCB പ്ലേ ഓഫിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 14 പോയിന്റ് ആയിരുന്നു ആ ഒരു സീസണിൽ RCB പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളതും. പക്ഷേ ഈ ഒരു സീസൺ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ തന്നെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിന് പോലും 12 പോയിന്റ് ഉണ്ട്. ഇനി ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. മുംബൈ ഇന്ത്യൻസ് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കാര്യം കഷ്ടമാണെന്നേ. കാരണം എന്തൊരു ഗംഭീര ടീമുണ്ട്. 6ാം കിരീടം തൂക്കുമെന്ന് പലരും ഈ ഒരു സീസണിന് മുമ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ക്വാഡിന്റെ സ്ട്രെങ്ത് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഒരൊറ്റ പ്ലെയർ പോലും നല്ലൊരു ഫോമിൽ കളിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിരാശാജനകമായിട്ട്, വളരെയധികം അപ്രതീക്ഷിതമായിട്ട് പരിതാപകരമായ പെർഫോമൻസ് നടത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് പുറത്തു പോവുകയാണ്. ഏതായാലും CSKക്ക് ഇനിയുള്ള എല്ലാ കളികളും വിജയിച്ചാൽ 18 പോയിന്റ് ലഭിക്കും. അവർക്ക് ഇനിയും വലിയ സാധ്യതയുണ്ട്. പക്ഷേ 1-2 കളികളിൽ കാലിടറിയാൽ പോലും CSKയും പുറത്തു പോവേണ്ടി വരും. ഏതായാലും ഈ ഒരു കളിയിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് തന്നെയാണ് താരം. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പൊളിച്ചടുക്കിയ ബോളിംഗ് പ്രകടനം നടത്തിയ അൻഷുൽ കമ്പോജിനും കൈയടിക്കണം. നൂർ അഹമ്മദ്, അതേപോലെ ജെയ്മി ഓവർട്ടണൊക്കെ ഈ ഒരു സീസണിൽ ഉടനീളം എല്ലാ കളികളിലും ഗംഭീര പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. CSKയുടെ ഒരു വജ്രായുധമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവതാരം കാർത്തിക് ശർമ്മയായിരുന്നു ഈ ഒരു കളി CSKക്ക് വേണ്ടി ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതും. അദ്ദേഹം തന്റെ IPL കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു 50+ സ്കോർ നേടുന്നതും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.